ചേട്ടാ ഇന്നലെ രാഹുൽ പറഞ്ഞത് കേട്ടോ. അതായത് ആദ്യം ബീഹാറിലെ വോട്ടർമാരോടാണ് പറഞ്ഞത്, ആദ്യം അവർ BJP-ക്കാർ അല്ലെങ്കിൽ മോദി നിങ്ങളുടെ വോട്ടർ ID പിടിച്ചെടുക്കും, പിന്നീട് റേഷൻ കാർഡ് പിടിച്ചെടുക്കും, അത് കഴിഞ്ഞ് നിങ്ങളുടെ ഭൂമി പിടിച്ചെടുത്ത് അംബാനിക്കും അദാനിക്കും കൊടുക്കും. ഇത് ഇങ്ങേരെ ആരോട് പറഞ്ഞു എന്നാണ്? ജനങ്ങളോട് പറഞ്ഞു. അങ്ങേരുടെ ജനം ആ ബീഹാറിലെ വിഷ്വൽസ് കാണണം. ദയനീയമാണ്. ദയനീയം. ആളില്ല. ഇങ്ങനെ ഡീ കടിക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ വിളിച്ചൊരു കണക്കിന് കൊണ്ടുവന്ന് മുമ്പിലിരുത്തിയിട്ട് ഇതർ ബേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ആളില്ല. അന്ന് രണ്ടാം ദിവസം മുതൽ അവർ ബീഹാറിലൊക്കെ തമാശ പേരായിട്ട് പറയും, എന്താ ലൗണ്ട നാച്ച്. അതായത് ഈ രണ്ട് ഡ്രമ്മും ഒക്കെ ആയിട്ട് ഡിങ്കി ടിക്കി എന്ന് പറഞ്ഞിങ്ങനെ അടിക്കുന്നത്. അപ്പോൾ ഒരു വടിയൊക്കെ പിടിച്ച് 3-4 പേര് തുള്ളും. 1-2 സ്ത്രീകളും ഉണ്ടാകും. അവരൊരു 7-8 പേരുടെ ഒരു ഗാങ്ങാണ്. അവർക്ക് ഇത് തുള്ളാനായിട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞ് വാടക കൊടുത്താൽ അവർ വന്നിട്ട് ഈ ലൗണ്ടാന പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളല്ലേ? ആർട്ടിസ്റ്റല്ല, ഇതിൻ്റെ കൂടെ ആർക്കും തുള്ളാൻ ഒരു ആർക്കും തുള്ളാവുന്നൊരു താളമാണത്. കേട്ടിട്ടില്ല? ജോലൊക്കെ വെച്ച് ശരിയാണ്, തുള്ളിപ്പോവും. അതിങ്ങനെ ചുമ്മാ ഇങ്ങനെ തോളൊക്കെ കുലുക്കി അങ്ങ് തുള്ളിയാൽ മതി. കയ്യിലൊരു വടിയുണ്ടാവില്ല, തൂവാല ഉണ്ടാവും. പിന്നെ അവർക്ക് നിങ്ങൾ കോൺഗ്രസിൻ്റെ ടീഷർട്ടോ അങ്ങനെ വല്ലതും കൊടുത്താൽ അതിട്ട് അവർ തുള്ളും, ഇല്ലെങ്കിൽ അവരുടെ സ്വന്തം ഇതിൽ തുള്ളും. അപ്പം ഇങ്ങനെയുള്ള 7-8 പേര്, പിന്നെ 3-4 പേര് ഈ ഒച്ച കേട്ട് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമല്ലോ. അതെ അതെ, ഇതെന്ത് പണ്ടാരും എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കുന്ന ഒക്കെ കൂടെ ചേർത്തൊരു 15-20 പേരാണ് ഈ രാഹുൽ ഗാന്ധി പോകുന്ന സ്ഥലത്തുള്ളത്. പിന്നെ കുറേ പോലീസ് വരും. ഒരിക്കലും അതിൻ്റെ ഒരു ലോങ് ഷോട്ട് വീഡിയോ ഇല്ല. കോൺഗ്രസ്സുകാരാണ് ഇത് മുഴുവൻ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിപ്പിക്കുന്നത്. ലോങ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. അതുകൊണ്ട് വളരെ ഷോർട്ട്. അപ്പോൾ ആളുകൾ തിങ്ങി നിൽക്കുന്നു എന്ന് തോന്നുന്നു. ഇത് പരമദയനീയമാണ്. ഞാനിത് ഒരു രാഹുൽ വിരുദ്ധനായതുകൊണ്ട് പറയുന്നതല്ല. യു ടേക്ക് എനി വിഷ്വൽ, ദ ക്രൗഡ് ഈസ് പാത്തറ്റിക്. ഡേ ബൈ ഡേ അവസാനം രാഹുൽ ഗാന്ധിയും വണ്ടിക്കാരും മാത്രമായിട്ട് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനിപ്പോൾ കോൺഗ്രസ് പറയുന്നത് അത് ഈ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് വീടുകളൊക്കെ അടച്ച്, പോലീസുകാർ തന്നെ പറഞ്ഞു വീടൊക്കെ അടച്ചിട്, കട അടച്ചിട് എന്നൊക്കെ പറഞ്ഞു. ഒരു മാരണം വരുന്നുണ്ട്. അങ്ങനെ ദയനീയമായ രീതിയിലാണ് പോകുന്നത്. ഇത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് അടിത്തറയിളക്കിയിട്ട് CSDS-കാരൻ പറഞ്ഞു എനിക്ക് തെറ്റിപ്പോയതാണ്, കണക്കൊന്നും ശരിയല്ല. പുള്ളി ട്വീറ്റൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് മാപ്പും പറഞ്ഞ് തടിതപ്പി. അത് വെച്ച് കുറേ വീഡിയോ ചെയ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഒക്കെ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ. അതായത് നമ്മുടെ അത് ഈ ആ ഡാറ്റ വെച്ചിട്ട് വലിയ പത്രസമ്മേളനം നടത്തിയപ്പോൾ എല്ലാ ചാനലുകളിലും ഹെഡ്ലൈൻസ് ആയിരുന്നു, പത്രങ്ങളിൽ പ്രധാന വാർത്തയായിരുന്നു. എന്നാൽ അതിൻ്റെ ബേസിക് ഡാറ്റ തന്നെ തെറ്റായിരുന്നു എന്ന് അതുണ്ടാക്കിയ ആൾ പറഞ്ഞത് നാട്ടിൽ വാർത്തയല്ല, ചർച്ചയല്ല. കാരണം അവർക്ക് ഒരു നരേറ്റീവ് ഉണ്ടാക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവർക്കറിയാം ഇതിലൊക്കെ വലിയ കാര്യമുണ്ടോ, ഏതായാലും തള്ളിവിട് എന്ന് പറയുന്നു. അവർ തള്ളിവിടുന്നു. ഇത് പൊളിഞ്ഞു എന്നറിഞ്ഞു കഴിയുമ്പോൾ മിണ്ടാതെയാകും. അത് സാധാരണ ചാനലുകളുടെ ഇതല്ലേ. അല്ലാതെ എൻ്റെ വാർത്ത തെറ്റായിരുന്നു നീ ഇന്ന് വരെ ഏതെങ്കിലും ചാനൽ പറഞ്ഞിട്ടില്ല, ചരിത്രത്തിൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പിന്നെ അത്യപൂർവം പറഞ്ഞ ഒരാൾ അർണബ് ഗോസ്വാമിയാണ്. ഇവർ സാമദ്രോഹി എന്ന് വിളിക്കുന്ന അർണബ് ഗോസ്വാമി. അയാളുടെ വാർത്ത തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ പറയാനും കാര്യം എന്താണെന്ന് വെച്ചാൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ഒരു റിട്ടയർഡ് ജഡ്ജി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ കള്ളത്തരം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ ബീഹാറിലെ ഒരു ജഡ്ജിയെ പറ്റിയാണ് ഇയാൾ വാർത്ത ചെയ്യേണ്ടിയിരുന്നത്. അത് തെറ്റിയിട്ട് മഹാരാഷ്ട്രയിലെ ജഡ്ജിയെ പറ്റി ചെയ്യുന്നു. രണ്ടുപേരുടെയും സിമിലർ പേരുകളാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ ജഡ്ജി വളരെ മാന്യനായിരുന്നു. പുള്ളി ഹൈക്കോടതി, സുപ്രീം കോടതി വരെ പോയിട്ട് റിട്ടയർ ചെയ്ത ജഡ്ജാണ്. ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാത്ത നീതിമാനായ ഒരു മനുഷ്യൻ. പുള്ളിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. പുള്ളി ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. സ്യൂട്ട് ഫയൽ ചെയ്ത് 2 ആഴ്ചക്കകം കീഴ്ക്കോടതി അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധിയും കൊടുത്തു. ഇങ്ങനെ ബോംബെ ഹൈക്കോടതിയിൽ പോയി അർണബ് ഗോസ്വാമി. ടൈംസ് നൗവിലുള്ളപ്പോഴാണ്. ബോംബെ ഹൈക്കോടതി പറഞ്ഞു ടൈംസ് നൗ വലിയ ബെനറ്റ് ആൻഡ് കോൾമാൻ പാർട്ടിയൊക്കെ അല്ലേ, ആ മഹാരാഷ്ട്ര കേസിൻ്റെ കാശ് കൊടുക്കുക, വെറുതെ കേസ് ഫൈറ്റ് ചെയ്യാതെ. ഇങ്ങനൊരു വഴിയിലായി. അപ്പം
അന്ന് മുതൽ ഈ ബോംബെ ഹൈക്കോടതിയിൽ പോയ നിമിഷം മുതൽ ടൈംസ് നൗ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിലും ഈ ജഡ്ജി കനിയുന്നു. പക്ഷേ അങ്ങേർക്കത് ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനമായിട്ട് അങ്ങേർക്ക് തോന്നി. അങ്ങനെ വിട്ടില്ല. പിന്നെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പിന്നെ പുള്ളി വിട്ടു. പിന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ അവരെക്കാൾ സീനിയറാണ് റിട്ടയർഡ്. അദ്ദേഹത്തിൻ്റെ വക്കീലിനോട് പറഞ്ഞു വിട്ടേക്കാം നമുക്ക്, അബദ്ധം പറ്റിയതാണെന്ന് അവർ പറയുന്നു. അബദ്ധം പറ്റിയതാണ് താൻ, പേര് മാറിപ്പോയതാണ്, പേര് സിമ്പിളല്ലേ, അതല്ലേ ഇതില്ല. അങ്ങനെ അത് വിട്ടുപോയി. അതല്ല, അൺലെസ് ദിസ് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ ഡെവലപ്സ് സാധാരണ ഇതിൽ ആരും തെറ്റിപ്പോയി എന്ന് പറയാറില്ല. പക്ഷേ ഇതിനകത്ത് പ്രത്യേകിച്ച് മനഃപൂർവ്വം നരേറ്റീവ് ഓടിക്കുന്നവർ ഒരിക്കലും അവരുടെ തെറ്റ്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ നാട്ടിലൊരു വലിയ കലാപം ഉണ്ടാക്കാനുള്ള പണിയാണ് ചെയ്തത്. അത് കുറേ ആളുകളൊക്കെ തെരുവിലിറങ്ങണം എന്നുള്ള ആഹ്വാനമൊക്കെ വന്നു കഴിഞ്ഞു. അതിന് മാധ്യമങ്ങൾ ഒരു മീഡിയം ആയിട്ട് നിന്നു. പക്ഷേ ഇതിനൊക്കെ ആധാരമായ ഈ ഡാറ്റ ഉണ്ടാക്കിയാൽ വളരെ നിസ്സാരമായി വന്ന് എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഡാമേജ് തീരുമോ? ഡാമേജ് തീരില്ല. അയാൾ പറയുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് തെറ്റുപറ്റി, ഞാനത് തുറന്നു പറഞ്ഞു, ഞാൻ അപ്പോളജൈസ് ചെയ്തു, വേറെ എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക, എന്ത് ചെയ്യണം പറ. അയാൾ പറയുന്നത് എൻ്റെ ഡാറ്റ കോൺഗ്രസ് ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ കോൺഗ്രസ്സിന് ഉപയോഗിക്കാനായിട്ടല്ല ഞാൻ ആ ഡാറ്റ ഉണ്ടാക്കിയത് അവർക്ക് അനുകൂലമാണെന്ന് കണ്ടപ്പോൾ അവരെടുത്ത് ഉപയോഗിച്ചു. അതങ്ങനെ വ്യാപിക്കുന്നത് കണ്ടു കഴിഞ്ഞ് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ ഡാറ്റ തെറ്റാന്ന് എനിക്ക് മനസ്സിലായത്. ഇത് CSDS മഹത്തായ ഒരു സ്ഥാപനമായിട്ട് തുടങ്ങിയതൊക്കെ ആണെങ്കിലും യോഗേന്ദ്ര യാദവിൻ്റെ പിന്നീട് അത് ഫോറിൻ ഫണ്ട് സ്വീകരിക്കാൻ തുടങ്ങി. ഫോർഡ് ഫൗണ്ടേഷൻ്റെ ഫണ്ട്, ഇതെല്ലാം അയാൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അയാൾ അർണബിൻ്റെ ഷോയിൽ വന്നിരുന്നു. ഈ മനുഷ്യൻ അർണബ് പതിവ് രീതി ഈ പുള്ളിയുടെ റോസ്റ്റിംഗ് ഉണ്ടല്ലോ, അതൊന്നും ചെയ്യാതെ വളരെ മര്യാദയ്ക്ക് സംസാരിച്ചു. എന്താ സംഭവിച്ചത്, എന്താ നിങ്ങൾ കാരണം ഉണ്ടായ കുഴപ്പം കണ്ടില്ലേ നാട്ടിൽ മുഴുവൻ. അയാൾ പറഞ്ഞു ശരി ഞാൻ അത് ചെയ്തു എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ഡീറ്റെയിൽസിലേക്ക് ഇവർ പോകുന്നു. അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് ഫോറിൻ ഫണ്ട് കിട്ടുന്നുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു ഉണ്ട്. ഫോറിൻ ഫണ്ട് കൊണ്ട് നടക്കുന്ന പ്രസ്ഥാനം എന്ന് പറയാൻ പാടില്ല, പക്ഷേ ഞങ്ങളുടെ ചില പ്രോജക്റ്റുകൾക്ക് അവർ ഫൈനാൻസ് ചെയ്യാറുണ്ട്, സ്പെസിഫിക് പ്രോജക്റ്റിന്. അല്ല CSDS എന്നുള്ള സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനായിട്ട് മാസം തോറും കാശ് പിടിച്ചോ ആ രീതിയിലല്ല. ചില പ്രോജക്റ്റുകൾക്ക് ഫോർഡ് ഫൗണ്ടേഷൻ കാശ് തന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒരുപാട് ഇതൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു എനിക്കറിയില്ല, ഫണ്ടിങ് ഒരുപാടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ഫോർഡ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിപ്പോൾ തന്നെ കൺഫേം ചെയ്യാം, ബാക്കിയൊക്കെ നോക്കിയാലേ എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ CSDSൻ്റെ പഠനത്തിൽ ജാതി തിരിച്ചുള്ള വോട്ടിൻ്റെ കണക്ക് അവർ പറയാറുണ്ട്. അത് കൃത്യം അളന്നെടുക്കാനൊന്നും പറ്റില്ല, എന്നാലും ഒരു അപ്രോക്സിമേറ്റാണ് അവർ കൊടുക്കാറുള്ളത് പണ്ട്. അപ്പോൾ അന്ന് ഈ നമ്മളുടെ ഫ്രണ്ട് ലൈൻ ഉണ്ടല്ലോ, ഹിന്ദുവിൻ്റെ ഫ്രണ്ട് ലൈനിൽ ഈ സാധനം വന്നു തുടങ്ങിയ കാലത്ത് എനിക്കുമൊക്കെ സംശയമുണ്ട്, ഞാനും ഫ്രണ്ട് ലൈനിൽ എഴുതിയതാണ്. ഈ ജാതി തിരിച്ചുള്ള പോളിംഗ് നിങ്ങളെങ്ങനെ CSDS എങ്ങനെ പുറത്തു വിടും, എങ്ങനെ അറിയാം നിങ്ങൾക്ക് ഈഴവർ ഇത്ര ശതമാനം ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്നെങ്ങനെ തിരിച്ചറിയും? വോട്ട് കോൺഫിഡൻഷ്യലാണില്ല. ഹൗ ഡു യു നോ ദാറ്റ്? അല്ല, അതിനൊരു സാമ്പിൾ മെത്തേഡൊക്കെ ഉണ്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞാണ് ഉത്തരം. ബട്ട് ഒരിക്കലും ഇവർ മുസ്ലിങ്ങളിലെ വിഭാഗങ്ങൾ, ജാതികൾ, ക്രിസ്ത്യാനികളിലെ ജാതികൾ അവരെങ്ങനെ വോട്ട് ചെയ്തു എന്ന് ഇവർ പറയാറില്ല. അവരെ ഭിന്നിപ്പിക്കുകയില്ല, അവരെ ഒരു ബ്ലോക്കായിട്ട് കാണും. മുസ്ലിങ്ങൾ ഒറ്റക്കെട്ട്, കോൺഗ്രസിന് ഇത്ര വോട്ട് ചെയ്തു, BJPക്ക് 0.3% മുസ്ലിങ്ങൾ വോട്ട് ചെയ്തു എന്നൊക്കെ പറയും. പക്ഷേ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റില്ല. അതിൽ കായസ്ഥ, ബ്രാഹ്മിൻ, ആദിവാസി, കുർമി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാതിയായിട്ട് എഴുതും. ഇത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഇത് അങ്ങനെ സമ്മതിച്ച് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ മുസ്ലിങ്ങളിൽ ചെയ്യാത്തത്? ശരി, ഞങ്ങളത് ആലോചിക്കാം. ഇതുവരെ ആലോചിക്കാൻ പോലും തോന്നിയിട്ടില്ല. ഇത് ക്ലിയർ അജണ്ടയാണ്. ഡിവൈഡ് ദ ഹിന്ദുസ്, യുണൈറ്റ് ദ മുസ്ലിംസ്. ക്രിസ്ത്യൻസ് അവരുടെ വലിയ ഇതല്ല, ടാർഗറ്റ് അല്ല. മുസ്ലിങ്ങളെ കൺസോളിഡേറ്റ് ചെയ്യാവുന്നത്ര മുസ്ലിം ജനസംഖ്യ കൂട്ടിക്കൊണ്ടുവരിക, ഹിന്ദുക്കളെ
ഡിവൈഡ് ചെയ്തിട്ട് അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വരുത്തി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, മറ്റേത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ തുടക്കത്തിൽ എന്തിനു വേണ്ടിയിട്ടാണോ CSDS ഉപയോഗിച്ചത് അതൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരു ഫോറിൻ ഫണ്ടഡ് ഏജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്ത് തുറന്ന് സമ്മതിച്ചു. ഈ യോഗേന്ദ്ര യാദവ് 91-ലോ 96-ലോ അന്നിങ്ങനെ സെഫോളജിസ്റ്റാണ്. പാർട്ടി അഫിലിയേഷൻ അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. എഗൻസ്റ്റ് കോൺഗ്രസ് ആണ്. അന്ന് ദൂരദർശൻ 2 DD2 എന്ന് പറഞ്ഞ ചാനലുണ്ട്. DD2 ചാനലിലാണ് ഈ നമ്മുടെ പ്രണയ് റോയ് പ്രോഗ്രാം, തിരഞ്ഞെടുപ്പിൻ്റെ അനാലിസിസൊക്കെ പ്രണയ് റോയും മറ്റേ വിനോദ് ദുവ മരിച്ചു. പ്രവചനം വിനോദ് ദുവ ഇതായിരുന്നു ഹിന്ദിയും, പ്രണയ് റോയ് ഇംഗ്ലീഷും പറയും. ഇവരോരോ പാനലിസ്റ്റുകളെ ഇടയ്ക്ക് വിളിക്കും. അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് യോഗേന്ദ്ര യാദവ്. യോഗേന്ദ്ര യാദവിനോട് ഇയാൾ ചോദിക്കുന്നു, പ്രണയ് റോയ് ചോദിക്കുന്നു, നിങ്ങൾ ആദ്യം വോട്ട് ചെയ്തത് എന്നാണ്? ഇയാൾ പറഞ്ഞു, ഞാൻ വോട്ട് ചെയ്തത് 1977-ലാണ്. അന്ന് എനിക്ക് 14 വയസ്സേ ഉള്ളൂ. ഈ എമർജൻസി കഴിഞ്ഞതിൻ്റെ വലിയ ആൻറ്റി ഇൻകംബൻസി ഇന്ദിരാഗാന്ധിക്കെതിരെ. അപ്പോൾ എല്ലാവരും കൊണ്ട് അങ്ങ് വോട്ട് ചെയ്യിച്ചു. എനിക്ക് 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും വോട്ട് ചെയ്തു ജനതാ പാർട്ടിക്ക്. അതാണ് എൻ്റെ ആദ്യ വോട്ട്. അങ്ങനെ കള്ളവോട്ടിൽ തുടങ്ങിയ ജന്മമാണ് യോഗേന്ദ്ര യാദവ്. ഇപ്പോഴും DD2-ൻ്റെ ആർക്കൈവ്സിൽ ഈ സംഭാഷണം കിടപ്പുണ്ടാകും. ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ BJP, ദൂരദർശൻ ഈസ് അണ്ടർ യു. നിങ്ങൾക്കത് ആർക്കൈവ്സിൽ നിന്നെടുക്കാം. കള്ളവോട്ടിൽ നിന്ന് തുടങ്ങിയ ആളാണ് ഈ വിദഗ്ധൻ യോഗേന്ദ്ര യാദവ്. അത് അന്ന് യോഗേന്ദ്ര യാദവ് കുറച്ചുകൂടെ ഓണസ്റ്റ് ആയിരുന്നു, പക്ഷം പിടിക്കാൻ തുടങ്ങിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അന്നങ്ങ് സത്യം അങ്ങ് പറഞ്ഞു. ഇന്നിപ്പോൾ പറയില്ല. ഇന്ന് പുള്ളി വേറെ കളികളൊക്കെ കളിച്ച് അങ്ങനെ വഷളായിട്ട് അങ്ങനെ അങ്ങ് പോയി ആൾ. വേറെ സ്വന്തം പാർട്ടിയൊക്കെ ആയി. അല്ല, ഈ സൊറോസ് ടൈപ്പ് ആൾക്കാരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ദേ നോ ഹൗ ടു മേക്ക് എ നോൺ സെൻസിക്കൽ പേഴ്സണാലിറ്റി ഔട്ട് ഓഫ് യു. വളരെ സെൻസിബിളായിട്ട് പെരുമാറുന്ന സുനിൽ ഒരു 10-15 ദിവസം കൊണ്ട് മെല്ലെ നോൺ സെൻസിക്കലായിട്ട് പെരുമാറാൻ തുടങ്ങും. അതേസമയം വലിയ ബുദ്ധിജീവിയായിട്ട് ചമയാനും തുടങ്ങും. ഈ ട്രെയിനിങ് കൊടുക്കാൻ ഈ സൊറോസ് ഗ്രൂപ്പിന് അറിയാം. അപ്പോൾ ഇയാൾക്ക് ഈ സാമർഥ്യം വേണം, ബേസിക് ഒരു വാക്ക് സാമർഥ്യം സംഗതിയും വേണം. അത് യോഗേന്ദ്ര യാദവിനുണ്ട് തന്നെ. സോ യോഗേന്ദ്ര യാദവ്, പ്രശാന്ത് ഭൂഷൺ, നന്ദിനി സുന്ദർ അവരൊക്കെ വിലക്കെടുത്തിട്ട് നരേറ്റീവ് നടത്തുക. പക്ഷേ ഇതുവരെ അത് സക്സസ്ഫുൾ ആയിട്ടില്ല. പക്ഷേ ഈ ഇന്നലെ ഇയാളിങ്ങനെ ഏറ്റു പറയുന്നത് കൊണ്ട് തീർന്നു. ഒന്ന്, ഇത് ഇയാൾ പറയുന്നത് എനിക്ക് തെറ്റുപറ്റി, ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കമാണോ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടാക്കാൻ ഉപയോഗിച്ചപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു എക്സിലെ പോസ്റ്റ് വഴി അല്ലല്ലോ പറയേണ്ടത്. ഇത് പെടുമെന്ന് കരുതിയപ്പോൾ ഇയാൾ ഊരിയതാണോ? അതുമാകാം. ഇലക്ഷൻ കമ്മീഷന് നടപടിയെടുക്കാം. ഇതുപോലെ ഫോൾസ്ഹുഡ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നടപടിയെടുക്കാം. അത് പ്രീഎംപ്റ്റ് ചെയ്യാനായിട്ട് ഇയാൾ എനിക്ക് തെറ്റുപറ്റി, ഞാൻ മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞതാകാം. ഇപ്പം രാഹുൽ ഗാന്ധി റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാത്തത് എന്താണ്? കൊടുത്താൽ പ്രശ്നമാകും. കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞു മുമ്പ് ഒരു കേസിൽ 2 വർഷം ശിക്ഷിച്ചതാണ്, അതുകൊണ്ടാണ് കൊടുക്കാത്തതെന്നുള്ള ഇൻ്റർവ്യൂ കണ്ടു. പിന്നെ സുനീത് അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ വക്താവ്. അത് ഞാൻ പേര് മറന്നുപോയി. അവരുണ്ട്. എനിക്ക് സുചിത്രയോ സുനീതിയോ സുനേത്ര അങ്ങനെ സുനേത്ര അങ്ങനെ ഒരു അവരുണ്ട്. അവരിതൊക്കെ പറയുകയും ചെയ്യും. അവർ അല്പം ലൂസ് ടോക്കിംഗ്, അവരുടെ വീഡിയോ ആണ് ഞാൻ ഇന്നലെ കണ്ടത്. അവരതൊക്കെ ചെയ്യും. അല്ല, വാസ്തവത്തിൽ റിട്ടേൺ പരാതി കൊടുക്കാത്തത് നടപടി പേടിച്ചിട്ടാണ്. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ഡാറ്റയുണ്ട്. അതിപ്പോൾ CSDS എടുത്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ ഒറിജിനൽ ഡാറ്റയ്ക്ക് കുഴപ്പമൊന്നും വരുന്നില്ല. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. ഇപ്പോൾ അവർ പത്രസമ്മേളനം നടത്തിയിട്ട് അവർ ഈ പറഞ്ഞ എല്ലാ കാര്യവും നിഷേധിച്ചു. പക്ഷേ ഒന്നിനും ഉത്തരവുണ്ടായില്ല എന്നുള്ള ഒറ്റ ക്യാമ്പയിൻ കൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതൊക്കെയാണ് മലയാള മീഡിയയുടെ സാമർഥ്യം. അങ്ങേര് ഒരു ഉത്തരവും പറഞ്ഞില്ല. അല്ല, അങ്ങേര് പറഞ്ഞതെന്താന്ന് നിങ്ങൾ കേൾപ്പിച്ചില്ലല്ലോ. അല്ല, ഒന്നും പറഞ്ഞില്ലെന്നേ. അപ്പം പിന്നെ പത്രസമ്മേളനത്തിൽ അങ്ങേര് മിണ്ടാതിരിക്കുകയായിരുന്നു. അങ്ങേര് 1 മണിക്കൂർ ഉണ്ടായിരുന്നു പത്രസമ്മേളനം. ത്രൂ ഔട്ട് പത്രസമ്മേളനം മിണ്ടാതിരിക്കുകയായിരുന്നു. അങ്ങേര് കാണിക്കില്ല. ഇവർ
ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം സകല ലൈവായിരുന്നു. ലൈവായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെത് ഇലക്ഷൻ കമ്മീഷൻ്റെത് 1/2 മിനിറ്റോ അങ്ങനെ എന്തെങ്കിലും 30 സെക്കൻഡ് പോലും ഉണ്ടായില്ല. കാരണം ഇവരെല്ലാം കൂടെ തീരുമാനിച്ചു, പ്രശാന്ത് രഘുവംശം, PR സുനിലൊക്കെ കൂടെ തീരുമാനിച്ചു ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയുന്നില്ല. അല്ല, പറയുന്നുണ്ട്, ഇല്ലില്ല ഞാൻ പറയുന്നില്ല, കഴിഞ്ഞു. രസമാണ് കേരളത്തിലെ. അല്ല, ഇത് ഏതാനും മാധ്യമ പ്രവർത്തകരാണോ തീരുമാനിക്കുന്നത്, അതോ മാധ്യമത്തിൻ്റെ മാനേജ്മെൻറ്റുകൾക്ക് ഇതിനകത്ത് താല്പര്യങ്ങളോ ഒന്നുമില്ല? ഉണ്ടാകും. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാകും. മാനേജ്മെൻറ്റുകൾക്ക് താല്പര്യമുണ്ടാകും. മാനേജ്മെൻറ്റ് താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമൊന്നും കേരളത്തിലില്ല. കാണിക്കേണ്ടതാവോ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇന്നത് കാണിച്ചോന്നൊന്നും അവർ പറയില്ല. എന്താന്ന് വെച്ചാൽ ചെയ്തോ. പൂർണ്ണ സ്വാതന്ത്ര്യം. ഏഷ്യാനെറ്റും കാണിച്ചില്ല, കാണിക്കില്ല. അപ്പോൾ ഏഷ്യാനെറ്റിനോടും പറഞ്ഞിട്ടുണ്ടാവുമോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തൊക്കെ? അതെ, അതിപ്പോൾ ഈ സംഭവത്തിൽ പറഞ്ഞൊന്നുമല്ല, നേരത്തെ കൊടുത്തിരിക്കുന്ന മാൻഡേറ്റ് ആണ്. യു റൺ ദ ചാനൽ, യു ഷോ വാട്ട് എവർ യു വാണ്ട്, യു ഡോണ്ട് ഷോ വാട്ട് എവർ യു ഡോണ്ട് വാണ്ട്. ഇങ്ങനെ ബ്ലാങ്ക് ചെക്ക് കൊടുത്ത് ഇവരെ വിട്ടിരിക്കുകയാണ്. ബ്ലാങ്ക് ചെക്ക് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്, ഇവരൊരു ഐഡിയോളജിക്കൽ ഗ്രൂപ്പാണ്. ആൻറ്റി ഹിന്ദു, ആൻറ്റി ഇന്ത്യ, ആൻറ്റി മോദി ഗ്രൂപ്പാണ്. അങ്ങനെ ഒരു തോട്ടാണ് ഇവരുടെ. കോൺസ്പിറസി ഒന്നുമല്ല, ഒരു കൺസെൻസസ് ആണ്. ഓരോ വാർത്ത വന്നു കഴിയുമ്പോൾ ഏഷ്യാനെറ്റ്, മാതൃഭൂമിയിൽ വിളിച്ച മറ്റേ സംഗതി കൊടുക്കട്ടെ, ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യേണ്ട കാര്യം അവർക്കറിയാം. അത് അവരുടെ കുറ്റമല്ല. അങ്ങനെ ഇപ്പോൾ RSSൻ്റെ ഒരു കാര്യം സുനിൽ എന്നോട് ചോദിക്കുക, കാശ്മീരിലെ ഒരു സ്വയം സേവകനോട് ചോദിക്കുക, ഒരേ ഉത്തരം കിട്ടും. അത് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ മൊബൈലിൽ വിളിച്ച് പറയുന്നൊന്നുമല്ല, കാരണം ഒരേ മൈൻഡാണല്ലോ. അതുപോലെ ചാനലിൽ ഒരേ ആൻറ്റി ഹിന്ദു മൈൻഡുള്ളവരാണ് ഇവരെല്ലാം. ആൻറ്റി ഹിന്ദു അല്ലാന്ന് അമ്മമാരെയൊക്കെ ബോധിപ്പിക്കാനായിട്ട് ഇവർ ശബരിമല ലൈവ് കാണിക്കും, ആറ്റുകാൽ പൊങ്കാലയെ കാണിക്കും. ഞങ്ങൾ ഹിന്ദുക്കളെ ഇതാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് വിളയാടുകയാണ്, പൂണ്ട് വിളയാടുകയാണ് കേരളത്തിൽ. നോബഡി ഈസ് ദെയർ ടു ക്വസ്റ്റ്യൻ. ഈ ഡാറ്റ തെറ്റാണെന്ന് പരസ്യമായി പറഞ്ഞപ്പോൾ ഇനി ഇലക്ഷൻ കമ്മീഷൻ്റെ കോർട്ടിലല്ലേ പന്ത്? ഇലക്ഷൻ കമ്മീഷൻ്റെ കോർട്ടിൽ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഒരു പന്തും ഇല്ല. ഇലക്ഷൻ കമ്മീഷന് റൈറ്റിങ്ങിൽ ആരെങ്കിലും ഇത് കൊടുത്താൽ, പരാതി കൊടുത്താൽ അവരതിന് മറുപടി കൊടുക്കും. അല്ല, ഈ വ്യാജ ഡാറ്റ ഉണ്ടാക്കി ഇങ്ങനെ അതുകൊണ്ട് വലിയ ഡാമേജ് ഉണ്ടായ ഇൻസ്റ്റിറ്റ്യൂഷന് തന്നെ അത് ഇപ്പോൾ മഹാരാഷ്ട്ര ഇലക്ഷൻ കമ്മീഷൻ ഇത് തുടങ്ങിയിട്ടുണ്ട്. അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഞങ്ങൾ നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കോ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട്. ഓരോ ഇലക്ഷൻ കമ്മീഷനായിട്ട് ഇതിൻ്റെ പിന്നാലെ വരും. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇത് വിടാൻ പോകുന്നില്ല. അതിൻ്റെ കൂടെ ഇവരൊരു ഫണ്ടമെൻ്റൽ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കോൺഗ്രസിൻ്റെ തെമ്മാടിത്തരം. ആ ജ്ഞാനേഷ് കുമാറിൻ്റെ ആഗ്രയിലെ വീട്ടിൽ പോയിട്ട് അവിടെ കച്ചറ ഉണ്ടാക്കിയിരിക്കുന്നു. ആഗ്രയിലെ വീട്ടിൽ അങ്ങേരുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നതാണ്. അവർ 3-4 ദിവസം മുമ്പ് ഡൽഹിയിലേക്ക് പോന്നു. അതുകൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല. പോലീസ് അറിഞ്ഞു, ഓടി വന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തൊക്കെ നീക്കി. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ വീട് ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ബംഗ്ലാദേശ് ടൈപ്പ് വയലൻസിനുള്ള തുടക്കമാണ്. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ വാർത്തയേ ആവില്ലല്ലോ. ഓഗസ്റ്റ് 4-ാം തീയതി നടന്ന സംഭവമാണ് ആഗ്രയിൽ. അതിൻ്റെ ഫോട്ടോയും സംഗതിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നല്ല, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ല, പത്രങ്ങൾ, അവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടില്ല. അപ്പോൾ ഒരു ബംഗ്ലാദേശ് മോഡൽ തന്നെ ആയിരുന്നു ലക്ഷ്യം. ബംഗ്ലാദേശ് മോഡലാണ് ഇപ്പോഴും ലക്ഷ്യം. KC വേണുഗോപാലൊക്കെ ആഭ്യന്തരമന്ത്രിയാവാൻ തയ്യാറായിട്ട് നിൽക്കുക. രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയാവുക, ആഭ്യന്തരമന്ത്രിയാകും, എന്നിട്ട് വേണം ഈ RSSകാരനെയൊക്കെ ഇടിച്ച് ഞാൻ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എത്ര വലിയ സ്വപ്നമാണ് കാണുന്നറിയാമോ? പക്ഷേ ഓരോ ദിവസവും അത് ക്ഷീണിച്ചുകൊണ്ടിരിക്കുക. ഓരോ കെട്ടിപ്പൊക്കി വന്ന ഓരോന്നായി താഴെ വിടുകയാണ്. അല്ല, ഇത് ഈ മരണപ്രാളം കാണിക്കുന്നത് കേരളത്തെയെങ്കിലും ഇതിനകത്ത് നിന്ന് രക്ഷിച്ചെടുക്കുക, ആ ഉദ്ദേശത്തോടെയാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നും കിട്ടാനൊന്നുമില്ല. കേരളം എങ്കിലും രക്ഷിച്ചെടുക്കുക. എന്ത് കള്ളം പറഞ്ഞോ കൊള്ളത്തരം പറഞ്ഞോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഈ ദ്വീപെങ്കിലും രക്ഷിക്കുക. എങ്കിലല്ലേ ഇവിടെ നമുക്ക് ആള് കളിക്കാൻ പറ്റുള്ളൂ. അടുത്ത ഭരണം തന്നെയാണ് ലക്ഷ്യം കേരളത്തിൽ. അത് തന്നെ. ഏതായാലും നോക്കാം. രാഹുലിൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ നമുക്ക് വീണ്ടും ഒന്ന് വിശദമായിട്ട് സംസാരിക്കണം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.